ഗുഡ് ഈവനിങ് ഓൾ. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മളിപ്പോ ഈ ഒരു വെബിനാർ നടത്തുന്നത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുള്ള നമ്മുടെ വെബിനാർ, നമ്മുടെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ്, ഒഫീഷ്യൽ മോക്ക് ടെസ്റ്റിന്റെ ഒരു അനാലിസിസ് കൊടുക്കാനും, പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ ഫോളോ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഗൈഡൻസ്, ഇത് രണ്ടുമാണ് ഇന്നത്തെ നമ്മുടെ അജണ്ട. ഓക്കെ, ഇതിൽ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഗസ്റ്റ് ഉണ്ട്. നമ്മുടെ പ്രീവിയസ് സ്റ്റുഡന്റ് ആണ്, GP ഗൈഡ്സിന്റെ പ്രീവിയസ് നമ്മുടെ 2023 അസിസ്റ്റന്റ് സർജൻ ബാച്ചിലെ സ്റ്റുഡന്റ് ഡോക്ടർ ശ്രീ വെങ്കടേഷ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നമ്മൾ ഇതിലോട്ട് വിളിക്കുന്നതായിരിക്കും. നെക്സ്റ്റ്, അപ്പൊ നമുക്ക് അതിന് വൈകാത്തല്ല, നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോക്ക് ടെസ്റ്റിന് ഞങ്ങൾ പേഴ്സണലി നല്ല ഹാപ്പിയാണ്. കാരണം നല്ല റെസ്പോൺസ് ഉണ്ടായതിൽ പ്രതീക്ഷിച്ചതിനെക്കാട്ടും ഒരുപാട് പേര് ഈ തിരക്കിന്റെ ഇടയിൽ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു. കാരണം ആ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നത് അത്രയും നിർബന്ധമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യാൻ ഈ മോക്ക് ടെസ്റ്റ് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം വേണം നമ്മൾ ഫർദർ പ്രിപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത്ര പേര് മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിൽ ആദ്യം നിങ്ങളോട് എല്ലാവരോടും ഒരു താങ്ക്സ് പറയട്ടെ. നിങ്ങൾക്ക് തന്നെയാണ് യൂസ്ഫുൾ. അത് നമുക്ക് വരും ദിവസങ്ങളിൽ അത് മനസ്സിലാവും. ഈ മോക്ക് ടെസ്റ്റ് നമുക്ക് തിയറിനെക്കാളും എത്രത്തോളം ഇത് യൂസ്ഫുൾ ആവുന്നത് നമുക്ക് വരും ദിവസങ്ങളിൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് തുടങ്ങാനല്ലേ, സ്റ്റാർട്ട് ചെയ്യാം. അധികം നേരം ഉണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പറയുന്നത് മോക്ക് ടെസ്റ്റിന് ഇന്നലത്തെ ഇൻസൈറ്റ്. ഞങ്ങളുടെ ആപ്പിലെ മോക്ക് ടെസ്റ്റിന്റെ തന്നെ ഡാഷ്ബോർഡിൽ നിന്ന് എടുത്ത ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ മോക്ക് ടെസ്റ്റില് നമുക്ക് മോർ ദാൻ ഒരു നല്ലൊരു ശതമാനം ആളുകൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയാണ്, ഈ B ആൻഡ് C ഗ്രേഡിലാണ് കിട്ടിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഏകദേശം ഒരു നമ്പർ ആയിട്ട് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 50% അടുത്ത ആളുകളും ഈ ഒരു B ആൻഡ് C ഗ്രേഡിലാണ് വന്നിട്ടുള്ളത്. നല്ല തന്നെയാണ്. കാരണം ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് തന്നെ ഇത്രയും നല്ല മാർക്ക് ഞങ്ങൾ കഴിഞ്ഞ 2023 2024 നടത്തിയ PSC സർജൻസിന്റെ PSC എക്സാംസിന്റെ മോക്ക് ടെസ്റ്റ് ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തവണ കഴിഞ്ഞ 2 പ്രാവശ്യത്തെക്കാളും നല്ല റെസ്പോൺസ്, നല്ല മാർക്കാണ് നമ്മുടെ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ളത്. ഇതില് A ഗ്രേഡ് കിട്ടിയിരിക്കുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു പച്ച കളർ കാണിക്കുന്നതാണ്. A ഗ്രേഡ് കിട്ടിയിരുന്ന സ്റ്റുഡൻസ്, ഇവർക്ക് ഏകദേശം 42ഓളം സ്റ്റുഡൻസിന് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. A ഗ്രേഡ് ഉദ്ദേശിക്കുന്നത് 70 എബവ്. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഗ്രേഡിനെ കുറിച്ച് പറയാം. 70 എബവ് ആളുകൾക്കാണ് നമ്മൾ A ഗ്രേഡിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 50 to 70 മാർക്സ് ആണ് ഏകദേശം B ഗ്രേഡ് ഉദ്ദേശിക്കുന്നത്. ഒരു 35 to 15 ഇടയിലാണ് C ഗ്രേഡ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതിയിലാണ്, റഫ് ആയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ഗ്രേഡിംഗ് വെച്ചിട്ടുള്ളത്. ഓക്കെ, അതില് കുറച്ച് ബാക്കിയുള്ള ഗ്രേഡ്സ് കുറച്ച് പേർക്ക് എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തോ പേഷ്യന്റ് വന്നുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ കാരണം എക്സാം എൻഡി വന്നിട്ടുണ്ട്. ആ ആളുകൾക്കാണ് ഗ്രേഡ് വന്നിട്ട് അവർക്ക് ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരുന്ന ആളുകളാണ് കൂടുതലും താഴോട്ടുള്ളത്. നമ്മൾ ഇൻ ഫ്യൂച്ചർ കുറെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നേ, ഇത് ഇപ്പോ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അറ്റംപ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള ആളുകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിനുള്ള പ്രൊവിഷൻ എന്തായാലും നമ്മൾ റെഡിയാക്കും. കാരണം നിങ്ങൾക്ക് ഈ മോക്ക് ടെസ്റ്റ് ഇനിയും വേണമെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യാൻ. ആക്ച്വലി നമ്മൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസിന് കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, നമുക്ക് ഈ ഒരു എക്സാം നമ്മൾ 2 ആഴ്ചത്തെ കോഴ്സിന് 2 ആഴ്ച കൂടുമ്പോൾ ഈ മോക്ക് ടെസ്റ്റ് നടത്തുന്നതിന്റെ ഒരു ഉദ്ദേശം, ഒന്ന്, ആ 2 ആഴ്ചത്തെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് ഇതിലൂടെ എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, ആ ലൈവ് ക്ലാസ് ബന്ധപ്പെട്ട ടോപ്പിക്കിന്റെ MCQs സോൾവ് ചെയ്യുന്നതിലൂടെ അങ്ങനെ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. MCQ സോൾവിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ടു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതിയതിന് ശേഷം വീണ്ടും അത് റിവൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എഫക്ട് വേറെ തന്നെയാണ്. കാരണം നിങ്ങൾ ഇത് വായിക്കുമ്പോൾ, അതായത് നിങ്ങളുടെ ഈ നോട്ട്സ് PDF നോട്ട്സ് വായിക്കുമ്പോൾ, ഇവിടുന്ന് വന്ന ക്വസ്റ്റ്യൻ എനിക്ക് തെറ്റിയല്ലോ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എനിക്ക് അന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അപ്പൊ ഈ ഏരിയ എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട്, ഈ ഏരിയ എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനുണ്ട്, അപ്പൊ ഈ ഏരിയ ഞാൻ ഒന്നുകൂടെ പഠിക്കണം, ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയാൻ കാരണം. ഓക്കെ, ഇത് നമുക്ക് എത്ര പ്രിപ്പറേഷൻ ആയാലും ഇതൊരു സ്കില്ലാണ്. മോക്ക് ടെസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെയാണ് നടത്തുന്നത്. അതുകൊണ്ട് പ്രിപ്പറേഷൻ എത്ര ആയാലും നിങ്ങൾ എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ നടത്തുന്ന മോക്ക് ടെസ്റ്റ് എന്ത് തന്നെ ആയാലും അറ്റൻഡ് ചെയ്യാം. നിങ്ങൾ ചിലപ്പോൾ തിയറി നല്ല നോളജ് ഉള്ള ആളാണെങ്കിലും ഈ MCQ സോൾവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സ്കില്ലാണ്. അത് നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ്, മിക്ക ആളുകൾക്കും തിയറി അറിയാണ്ടല്ല പല ആളുകൾക്കും റാങ്ക് ബാക്കൗട്ട് ആവുന്നത് MCQ സോൾവിംഗ് സ്കിൽ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാൻ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ എന്തായാലും മസ്റ്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് തന്നെയാണ് മിക്കതും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻസും അത്രയും സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും ആയിരിക്കും, അതിന്റെ എക്സ്പ്ലനേഷൻസും അത്രയും സ്റ്റാൻഡേർഡ് ആയിരിക്കും. അപ്പൊ എന്തായാലും മാക്സിമം എല്ലാവരും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ടോപ്പ് റാങ്ക് വന്നല്ലോ, ഇപ്പൊ ഗ്രേഡ് A കിട്ടിയ ആളുകളിൽ ഒരു 10 മാർക്കിന്റെ ഉള്ളിലാണ് ആ ഫസ്റ്റ് 12 പേരും. ടോപ്പ് 12 റാങ്കും ഈ 10 മാർക്കിന്റെ ഡിഫറൻസ് വളരെ ക്ലോസ് ആണ്. അത് ഞങ്ങൾക്ക് ഉള്ള സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായി പഠിക്കുന്ന ആളുകൾ ഇപ്പൊ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇത് നന്നായിട്ട് മോക്ക് ടെസ്റ്റ് പഠിച്ച് എഴുതുമ്പോൾ നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ്. ഓക്കെ,
ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക്. ഓക്കെ. ഇപ്രാവശ്യത്തെ മോക്ക് ടെസ്റ്റിൽ ഏകദേശം നമുക്ക് 446 ഡോക്ടേഴ്സ് ആണ്. ആക്ച്വലി നമ്മളെ ഇപ്പോഴത്തെ ബാച്ചിൽ ഓൾമോസ്റ്റ് 1000+ ഡോക്ടേഴ്സ് ഉണ്ടെങ്കിലും നമ്മളൊരു 446 ഡോക്ടേഴ്സ് നമുക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്തു, മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് കേരള PSC അസിസ്റ്റന്റ് സർജൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മോക്ക് ടെസ്റ്റ് ആണ്. കേരള PSC അസിസ്റ്റന്റ് സർജന്റെ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ തന്നെ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് കേരള PSC അസിസ്റ്റന്റ് സർജൻ എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ഡോക്ടേഴ്സിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു കോമ്പറ്റീഷനും അവരുടെ ലെവലിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതിലൂടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നോക്കൂ, ഈ ഒരു ഇതിൽ 70 മാർക്സിന്റെ മേലെ എന്ന് വെച്ചാൽ ഗ്രേഡ് A ലഭിച്ച 42 ഡോക്ടേഴ്സ് എന്ന് വെച്ചാൽ ഇവരാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിനും ഇവരെ തന്നെയാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു കോമ്പറ്റീഷൻ നിങ്ങൾക്ക് നേരത്തെ എക്സ്പീരിയൻസ് ചെയ്യാനും അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ അതിനുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് അതിനനുസരിച്ച് ബിൽഡ് ചെയ്യാനാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവസരം കിട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇനി നെക്സ്റ്റ് 2 വീക്സിലെ പ്ലാൻ പറയാം. നമുക്ക് നെക്സ്റ്റ് 2 വീക്സിൽ ഇതുപോലെ റെഗുലർ ആയിട്ട് ലൈവ് ക്ലാസ്സസ് ഉണ്ടാവും. രാത്രി നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ രാത്രി 8 മണിക്ക് ഫാക്കൽറ്റീസ് ലൈവ് ക്ലാസ് എടുക്കും. അതൊരു 1.5 hours, ചിലപ്പോൾ 9:30 അല്ലെങ്കിൽ ചില സന്ദർഭത്തിൽ നമുക്കിപ്പോൾ കഴിഞ്ഞ ഡെർമറ്റോ സൈക്കാട്രി പോലെ ചിലപ്പോൾ ഫാക്കൽറ്റീസിന്റെ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും സജഷൻ കാരണം നമ്മൾ കുറച്ചൊന്ന് വൈകിയേക്കാം. പക്ഷെ കൂടുതലും നമ്മളൊരു 1.5 hours തന്നെ ലൈവ് ക്ലാസ് തീർക്കുന്നതായിരിക്കും. ഈ ലൈവ് ക്ലാസ്സിൽ പഠിപ്പിച്ച ടോപ്പിക്സ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മുടെ എല്ലാവിധ മോക്ക് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഓക്കെ, പ്രീ റെക്കോർഡ് ക്ലാസ്സസ് ഓൾറെഡി നമ്മൾ ആപ്പിൽ കൊടുത്തത് വെച്ചിട്ട് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് നടത്തുന്നില്ല. കാരണം നമ്മുടെ സിലബസ് ഓൾമോസ്റ്റ് എല്ലാം ലൈവ് ക്ലാസ്സിലൂടെ തന്നെ സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ടോപ്പിക്സും ക്വസ്റ്റ്യൻസും കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ ബേസ്ഡ് ആണ് ഞങ്ങൾ മോക്ക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇനിയുള്ള 2 വീക്സ് പ്ലാനും അത് തന്നെയാണ്. ഈ 2 വീക്സിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സിന്റെ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് മോക്ക് ടെസ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ എന്താ വെച്ചാൽ അപ്പോഴും ഇതുപോലെ നിങ്ങൾക്ക് ഒരു 2-3 ഡേയ്സ് ഞങ്ങൾ റിവൈസ് ചെയ്യാനും മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും തരും. അപ്പൊ നിങ്ങൾക്ക് അധികം ഡിലേ വരാതെ തന്നെ ഈ ടോപ്പിക്സ് റിവൈസ് ചെയ്തിട്ട് പോകാം. പിന്നെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ ഷെഡ്യൂൾ ഇത്ര ടൈറ്റ് ആയിട്ട് ഇട്ടത്, ഇടയ്ക്ക് ഗ്യാപ്പ് ഇല്ലാതെ ഇട്ടത്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു 2 വീക്സിലെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്യാപ്പ് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്സിനെ പറ്റി തറോ ആവും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഫൈനൽ റിവിഷനിൽ വളരെ ഈസി ആയിരിക്കും ഫൈനൽ റിവൈസ് ചെയ്യാൻ. ഈ 2 വീക്സിന്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് അവസാനം നമ്മൾ ഗ്രാൻഡ് ടെസ്റ്റ് പോലെ നടത്തുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു 3 monthsന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നടത്തി പോകുന്നത്. കാരണം അതൊരു റിവിഷൻ കൂടിയാണ്. 2 രീതിയിലാണ് ഞാൻ പറഞ്ഞ പോലെ. ഒന്ന് റിവിഷൻ ആണ്, നിങ്ങൾക്ക് MCQ സോൾവിംഗ് സ്കില്ലാണ്. ഇത് രണ്ടും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാൻ രണ്ടും വേണം. രണ്ടും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഈ റെക്കോർഡ് ക്ലാസ് വെച്ച് റിവൈസ് ചെയ്യുന്നതും ഒക്കെ കൂടാതെ ഈ ക്വസ്റ്റ്യൻ സോൾവിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. അതൊരു വിത്തിൻ 3 months നമ്മൾ അത് ഡെവലപ്പ് ചെയ്യും. അത് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന വാക്കാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരു വ്യക്തമായ പ്ലാൻ ഇട്ടുണ്ട്. പക്ഷെ വേണ്ടത് നിങ്ങൾ ആ പ്ലാൻ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് പറയാനേ പറ്റുള്ളൂ. അത് നിങ്ങളാണ് അത് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. പക്ഷെ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ പ്ലാൻ പ്രകാരം കറക്റ്റ് ഫോളോ ചെയ്ത് കിട്ടണം. എന്നാലേ നമുക്കത് എഫക്റ്റീവ് ആവുള്ളൂ. നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി പ്ലാൻ നമുക്ക് ഓൾറെഡി കുറച്ച് പേരെ ഡൗട്ട് ചെയ്യുന്നത്, വീണ്ടും ചോദിക്കുന്നുണ്ട് കുറെ പേര് എക്സാം എന്നാണ് എക്സ്പെക്ട് ചെയ്തത്. സത്യം പറഞ്ഞാൽ നമുക്കും അറിയില്ല, ആർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഇല്ല. കാരണം അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. നമ്മൾ ഇപ്പോഴും പറയുന്നത് എക്സ്പെക്ടഡ് ഡേറ്റ് മാത്രമാണ്. നമ്മൾ നിങ്ങളെ ഈ കോഴ്സ് നമ്മുടെ ലൈവ് ക്ലാസ് വരെ അറൌണ്ട് 100 hours ആണ് നമ്മൾ പ്ലാൻ ചെയ്ത ലൈവ് ക്ലാസ്സസ് ഉള്ളത്. അപ്പൊ ആ ലൈവ് ക്ലാസ്സസ് ഞങ്ങൾ ഒരിക്കലും ഇത് തീർക്കാൻ വേണ്ടി ഡിലേ വരില്ല. കാരണം എക്സാം എപ്പോഴായിരിക്കും ഞങ്ങളുടെ മനസ്സിൽ നല്ലോണം ഒരു ഐഡിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം പെട്ടെന്ന് നിങ്ങളെ ഓവർ ടൈറ്റ് ആക്കാതെ തന്നെ ഞങ്ങൾ ഈ ഒരു ഞങ്ങളുടെ പ്ലാൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പ്രോപ്പർ ആയിട്ടുള്ള ടൈം ഉണ്ടെന്ന് എൻഷുർ ചെയ്യും. നിങ്ങൾക്ക് മാക്സിമം റിവിഷൻസും കാര്യങ്ങളും പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ബാക്കിയുള്ളവരെക്കാട്ടും ഒരു പടി മേലെ ഈ ഒരു എക്സാമിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും, കറക്റ്റ് ഈ ഷെഡ്യൂൾ പ്രകാരം പോയാൽ. ഇനി നമുക്കറിയാം ഓൾറെഡി ഇതിന്റെ വേറെ പ്രത്യേകത, നമുക്ക് നീറ്റ് PG പ്രാക്ടീസ് ചെയ്യുന്ന നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ കോഴ്സിൽ തന്നെ ചേരുന്നവർ മാത്രമല്ല പുറത്തുള്ളവരും ഉണ്ട്. നമ്മൾ കോഴ്സിൽ തന്നെ ഈ പറഞ്ഞ നമ്മൾ നീറ്റ് PG ആസ്പിറൻസ് ചേർന്നിട്ടുണ്ട്, GPs ചേർന്നിട്ടുണ്ട്, PGs ചേർന്നിട്ടുണ്ട്. അങ്ങനെ പല ആളുകളും വളരെ സീരിയസ് ആയിട്ട് നോക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഈ എക്സാമിനുണ്ട്. സോ നീറ്റ് PG എക്സാമിനേക്കാളും നിങ്ങൾ ഈ നീറ്റ് PG എക്സാമിന്റെ കൂടെ തന്നെ ഒരു ദിവസം 1-2 മണിക്കൂറെങ്കിലും 2 മണിക്കൂറെങ്കിലും ഡെയിലി ഇതിനു വേണ്ടി നിങ്ങൾ കൺസിസ്റ്റന്റ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഒരിക്കലും ഹെക്ടിക് ആയി മാറില്ല. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, നിങ്ങൾക്ക് ലീവ് എടുത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചിട്ട് പോവുക. അതാണ് ഞങ്ങൾ പറയുന്നത്. അതായത് നിങ്ങൾ ഒരുപാട് സമയം ഇതിൽ ചെലവഴിക്കുന്നതിനേക്കാളും നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാം ഡേറ്റ് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു സംശയമില്ല. ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ 2 ആഴ്ചത്തെ ക്ലാസ്സസും അതിനുശേഷം നടത്തുന്ന മോക്ക് ടെസ്റ്റും അതിനുശേഷമുള്ള സൊല്യൂഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് എവിടെയാണ് തെറ്റ് പറ്റിയത് നോക്കുക, അത് കറക്റ്റ് ചെയ്യുക. ആ രീതിയിൽ കറക്റ്റ് ഷെഡ്യൂൾ പ്രകാരം നിങ്ങൾ പോവുകയാണെങ്കിൽ സിലബസ് ഈസിലി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇനി ലൈവ് ക്ലാസ്സസ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു മെജോറിറ്റി ആളുകൾ ഒരു 25% ആളുകളെ
ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്? ഇനീഷ്യലി ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞങ്ങൾക്ക് അറൌണ്ട് 300 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ലൈവ് ക്ലാസ്സിൽ. ഇപ്പൊ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ അറൌണ്ട് 150 ആയി കുറഞ്ഞിട്ടുണ്ട്. ലെസ് ദാൻ 200 ആളുകളാണ് ഇപ്പൊ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് തിരക്ക് അതല്ല, അതിന്റെ കാരണം ഞങ്ങൾ മനസ്സിലായത് എന്താന്ന് വെച്ചാൽ അധിക പേരോട് ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ റെക്കോർഡ് അവൈലബിൾ ആണല്ലോ. ആ ഒരു ചിന്താഗതി മാറ്റണം. കാരണം എന്താ വെച്ചാൽ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ, ആ സമയം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങൾ ലൈവ് ക്ലാസ് തന്നെ അറ്റൻഡ് ചെയ്യാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻസ് മനസ്സിലായില്ലെങ്കിലോ അതിന്റെ ഇടയിൽ ഏതെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ലൈവായിട്ട് ഫാക്കൽറ്റീസിനോട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അത് റെക്കോർഡ് ക്ലാസിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് മസ്റ്റായിട്ടും എല്ലാവരും പറ്റുന്ന രീതിയിൽ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ട് നമ്മൾ ഈ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഈസിലി പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. അതാണ് ഇതിന്റെ വലിയൊരു കാര്യം കൂടെ പറയാം. എന്റെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, ഈ കഴിഞ്ഞ മോക്ക് ടെസ്റ്റിന്റെ ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 20 റാങ്ക് എടുത്തു കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും സ്ഥിരമായിട്ട് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. അത് ഞാൻ ശ്രദ്ധിച്ചൊരു പോയിന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ അവർ സിസ്റ്റമാറ്റിക് ആയിട്ട് ആ ക്ലാസ് ഓട്ടോമാറ്റിക്കായി അവർ പോലും അറിയാതെ അത് കണ്ടു തീർക്കുന്നുണ്ട്. മറ്റേതെന്ന് പറയാം, നമുക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ പുതിയ മനുഷ്യന്മാർക്കുള്ള ഒരു ഇതാണ്, നമുക്ക് അത് കയ്യിലുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ അത് വീണ്ടും ഡിലേ ചെയ്യും, പ്രൊക്കാസ്റ്റിനേഷൻ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഞാൻ പറയുന്നത് നിങ്ങൾ ലൈവ് ക്ലാസ് കണ്ട് ഞങ്ങളുടെ ഷെഡ്യൂൾ പോലെ തന്നെ കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ട് ലൈവും തീർക്കുക, കറക്റ്റ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് പോയാൽ ഈസിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. നമുക്ക് ഇനി വരാനുണ്ട് നമ്മുടെ ഡോക്ടർ വെങ്കിടേഷ്, നമുക്ക് ഒരു സെഷൻ വരുന്നുണ്ട്. അതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലൂടെ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാനാണ്. കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കാം. കൂടെ നോട്ട്സ് എഴുതാൻ പറ്റുന്നില്ല, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നമ്മൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഈ PDF ഞങ്ങൾ അധിക സബ്ജക്ട്സിന്റെയും നോട്ട്സ് പോലെ തന്നെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ നമ്മൾ ക്ലാസിന്റെ വീഡിയോയുടെ കൂടെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു നെക്സ്റ്റ് അപ്ഡേറ്റിൽ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്, ഞാൻ അവസാനം പറയാം. അപ്പോൾ ആ ഒരു PDF വെച്ചിട്ട് റിവൈസ് ചെയ്യാൻ നോക്കുക. വൺ ടൈം നിങ്ങൾ ക്ലാസ് പ്രോപ്പർ ആയിട്ട് ഫുൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു PDF യൂസ് ചെയ്യുക. ഒരാൾ ചോദിക്കുന്നത് ഫുൾ സിലബസ് മോക്ക് എത്ര എണ്ണം കാണും? നമ്മളിപ്പോ ഇനീഷ്യലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്തായാലും 10 മോക്ക് ടെസ്റ്റ് നമ്മൾ എന്തായാലും നടത്തും. അതിൽ ഒരെണ്ണം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഫ്രീ മോക്ക് ടെസ്റ്റ് കൂട്ടുന്നില്ല. ഇനിയും 9 മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. അതിന് പുറമെ ഞങ്ങൾ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പോർഷൻസ് ഫുള്ള് തീർന്നാൽ മെഗാ ഗ്രാൻഡ് ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് PYQs ഞങ്ങൾ തരും, നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് MCQ ബാങ്കുകൾ ഞങ്ങൾ തരും. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ എൻഷുർ ചെയ്യും നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ വേറെ ഒരാൾ ചോദിച്ചു, പ്രീ റെക്കോർഡ് ക്ലാസ് ഇമ്പോർട്ടന്റ് ആണോ അതോ ലൈവ് ക്ലാസ് മാത്രം മതിയോ? സംഭവം നമ്മൾ ഓൾറെഡി മുമ്പ് പറഞ്ഞാൽ പ്രീ റെക്കോർഡ് ക്ലാസ്സസ് കാണാൻ സമയം ഉണ്ടെങ്കിൽ, നിങ്ങൾ ഓൾറെഡി അത്യാവശ്യം സമയമുള്ള ഒരു ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസിന്റെ കൂടെ പ്രീ റെക്കോർഡ് ക്ലാസ്സസ് കാണാം. പക്ഷേ ഞങ്ങൾ പോർഷൻസ് ഞങ്ങൾ പറഞ്ഞ പോലെ സിലബസ് ഞങ്ങൾ ലൈവ് ക്ലാസ്സിലൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത്യാവശ്യം സമയം അധികം ഇല്ലെങ്കിൽ നിങ്ങൾ ലൈവ് ക്ലാസ് മാത്രം കണ്ടാലും വലിയ കുഴപ്പമില്ല. ഇതിന്റെ ഒരു ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഈ PSCയുടെ അസിസ്റ്റന്റ് സർജന്റെ നിങ്ങൾ സിലബസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ലാസ്റ്റ് ഒരു ഡിസ്ക്ലൈമർ കൊടുത്തിട്ടുണ്ട്. ഈ സിലബസിന് പുറമേ നിങ്ങൾ വരാം. ആ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ബാക്കിയുള്ള ക്ലാസ്സസും കൂടെ ആഡ് ചെയ്തത്. പക്ഷെ അതൊന്നും അധികം ഉണ്ടാവില്ല, വളരെ കുറച്ചാണ്. പക്ഷെ ഇതൊരു കോമ്പറ്റീവ് എക്സാം ആണ്. എത്രത്തോളം എക്സ്ട്രാ നിങ്ങൾക്ക് ഗെയിൻ ചെയ്യാൻ പറ്റുമോ അത് നല്ലതാണ്. പഠിക്കാൻ ടൈമുള്ള ഒരാളോട് ഒരിക്കലും നമ്മൾ ഇത് മതി എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതൊന്നും വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ ലൈവ് ക്ലാസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്ത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കണം. ഒരു ക്ലാസ് പോലും മിസ്സാക്കരുത്. മസ്റ്റ് ആയിട്ട് നിങ്ങൾ ലൈവ് ക്ലാസ് ലൈവോ അല്ലെങ്കിൽ റെക്കോർഡിങ്ങോ അതിന്റെ റെക്കോർഡിങ്ങോ കണ്ട് തീർത്തിരിക്കണം. അത് മസ്റ്റ് ആണ്. അത് റിവൈസും ചെയ്തിരിക്കണം. ക്ലാസ് ലെങ്ത് മാക്സിമം 1 hour പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സ്റ്റുഡന്റ്. അതിന്റെ ടെക്നിക്കൽ ഡിഫിക്കൽറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഫാക്കൽറ്റീസിന്റെ എല്ലാവരും വർക്കിംഗ് ആണ്. എല്ലാ ഫാക്കൽറ്റീസും അവരവരുടെ സബ്ജക്റ്റിൽ PG കഴിഞ്ഞതിന് ശേഷം വർക്ക് ചെയ്യുന്ന കൺസൾട്ടൻസ് ആണ്. അപ്പൊ അവർക്ക് അവരുടെ ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. വേറൊരു സംഭവം എന്താ വെച്ചാൽ എക്സാമിന്റെ ഡേറ്റ് ഇതുവരെ വരാത്തത് കൊണ്ട് നമ്മളൊരു പ്രിക്കോഷണറി മെഷർ ആയിട്ടാണ് ക്ലാസ് ഒരു 1 to 1.5 hours വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. നമുക്ക് സിലബസ് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം 2-3 മാസം കൊണ്ട് ഈസിലി കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എക്സാമിന്റെ ഡേറ്റ് വന്നു, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ടൈം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ റിലാക്സ് ചെയ്തിട്ടേ പഠിപ്പിക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പ്രീ റെക്കോർഡ് ക്ലാസ് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് PYQs ആപ്പിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വരുമോ? ഐ മീൻ മാരോ പോലെ ഒരു ആപ്പിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മുടെ വരുന്നുണ്ട്. അതൊരു സർപ്രൈസ് അനൗൺസ്മെന്റ് ആയിട്ട് ഇരിക്കട്ടെ. അത് വരുന്നുണ്ട്. അത് ഞങ്ങൾ ഓൾറെഡി നെക്സ്റ്റ് സ്ലൈഡ് വെച്ചിട്ട് കണ്ടോ? നെക്സ്റ്റ് സ്ലൈഡ് വെച്ച് ഇത് ഞങ്ങൾ നെക്സ്റ്റ് സംതിങ് ബിഗ് അവേറ്റ്സ് എന്ന് പറഞ്ഞത് ഞങ്ങൾ ഓൾറെഡി കുറച്ച് പ്ലാൻസ് ഒരു 1 to 2 വീക്സിന്റെ ഉള്ളിൽ
അതെ, നിങ്ങൾക്ക് ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് ഉണ്ടാവും. അനൗൺസ്മെന്റ്സ് വരുന്നുണ്ട്. അതിപ്പോ ഞങ്ങൾ പറയുന്നില്ല, ഇപ്പൊ പറഞ്ഞാൽ സർപ്രൈസ് ആവില്ല. ഞാനൊരു ക്ലൂ തരാം. നിങ്ങൾ ഞങ്ങളോട് എന്തൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ അത് സർപ്രൈസ് ആയിട്ട് മേജർ അപ്ഡേറ്റ് വരുന്നുണ്ട്. ഞങ്ങൾ വേറെ ഒരു ഇതുപോലെ ഒരു സെഷൻ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സർപ്രൈസ് പോയി പോകും. അതുകൊണ്ട് പറയുന്നില്ല. നെക്സ്റ്റ് നമ്മള് അടുത്ത ലാസ്റ്റ് പ്രോപ്പർ റിവൈസ് ചെയ്യാൻ ടൈം കിട്ടും. ഡെഫിനറ്റ് ആയിട്ട് ഒരു മിനിമം 1 മന്ത് എന്തായാലും പ്രോപ്പർ റിവിഷന് വേണ്ടി ഉണ്ടാവും. ആ സമയത്ത് നിങ്ങൾക്ക് ഗ്രാൻഡ് ടെസ്റ്റുകൾ കുറെ ഞങ്ങൾ PDF നോട്ട്സ് ഇവിടെ ഒരാൾ ചോദിക്കുന്നു. PDF നോട്ട്സ് പ്രിന്റബിൾ ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്ത് പോകായിരുന്നു. അത് എന്തുകൊണ്ടാണ് പ്രിന്റ് ആക്കാത്തത് നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതെന്താ വെച്ചാൽ പ്രിന്റഡ് ആയി കഴിഞ്ഞാൽ ഇത് അക്രോസ് ടെലിഗ്രാം ഗ്രൂപ്പ്സ്, വാട്സ്ആപ്പ് ഗ്രൂപ്പ്സ്, ഇപ്പൊ തന്നെ 10ൽ മേലെ ഗ്രൂപ്പുകൾ ഉണ്ട് അസിസ്റ്റന്റ് സർജൻ PSCയിലെ. ഞങ്ങളുടെ അല്ലാതെ തന്നെ വേറെ കുറെ ഗ്രൂപ്പ്സും ഉണ്ട്. ഇതിലൊക്കെ ഷെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ കണ്ടന്റിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു പ്രൈവസി പോകും. അത് നമ്മുടെ സ്റ്റുഡൻസിനെ എഫക്ട് ചെയ്യും. നമ്മുടെ സ്റ്റുഡൻസിനെ അത് എഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് പ്രിന്റഡ് രൂപത്തിൽ തരാത്തത്. അത് നിങ്ങൾ ഒന്നും ഞങ്ങളോട് ഒരു ദേഷ്യം തോന്നരുത്. കാരണം ഫൈനലി നിങ്ങൾക്ക് അത് മനസ്സിലാവും, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ലൈവ് ക്ലാസ് ടോപ്പിക്സ് നേരത്തെ അനൗൺസ് ചെയ്യാം. അത് ഗ്രൂപ്പിൽ മോർണിംഗ് തന്നെ അനൗൺസ് ചെയ്യാം. ഓക്കെ. ലൈവ് ക്ലാസ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് പ്ലാൻ നിങ്ങൾക്ക് ഇപ്പൊ ഓൾറെഡി കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്ക് ഇനി വേറെ സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കണ്ട. നമ്മൾ എന്തൊക്കെ ഫീച്ചേഴ്സ് പുതുതായിട്ട് ആഡ് ചെയ്താലും പുതിയ നമ്മൾ പറഞ്ഞ സംതിങ് ബിഗ് എന്ന് പറഞ്ഞില്ല, അതൊക്കെ നിങ്ങൾക്ക് ഈ കോഴ്സിന്റെ ഭാഗമുള്ളവർക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടും. ഒന്നും എക്സ്ട്രാ പേയ്മെന്റ് വാങ്ങുന്നില്ല. ഈ പ്രീ റെക്കോർഡഡ് ക്ലാസ്സിൽ ഈ സിലബസിന്റെ പുറമേ നിന്നുള്ള ടോപ്പിക്സും ഉണ്ട്. അത് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രീ റെക്കോർഡഡ് ക്ലാസ്സിൽ സിലബസിന്റെ പുറമേയുള്ള ടോപ്പിക്സിന്റെ വീഡിയോസും ഉണ്ട്. ലൈവ് ക്ലാസ് ടോപ്പിക്സ് നമ്മൾ നേരത്തെ അനൗൺസ് ചെയ്യാം. ഓക്കെ, അത് കുഴപ്പമില്ല. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മുടെ പാർട്ട് കഴിഞ്ഞ അടുത്ത നമുക്ക് ഓർത്തോപെഡിക്സ് ക്ലാസ് എടുക്കാൻ നമ്മുടെ സാറ് വരാനുണ്ട്. ഒരു ഡൗട്ടും കൂടെ, NEET-PG പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഭാട്ടിയ ലൈവ് ക്ലാസ്. സോ ഭാട്ടിയ ടൈം ലൈവ് ക്ലാസ് ഈസ് ഓവർലാപ്പിംഗ് വിത്ത് GP ഗൈഡ്സ് ലൈവ് ക്ലാസ് ടൈം. ലൈവ് ക്ലാസ് കാണണ്ട, പക്ഷെ റെക്കോർഡഡ് ക്ലാസ് എന്തായാലും കാണണം. കാരണം ഈ റെക്കോർഡഡ് ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് PSCയുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള സിലബസും PYQs നിങ്ങൾ കവർ ചെയ്ത് പോകും. അതുകൊണ്ട് മേജർ ഏരിയാസ് എന്ന് പറയുന്നത് ഫൈനൽ ഇയർ സബ്ജക്ട്സ് ആണല്ലോ. ഫൈനൽ ഇയർ നമ്മുടെ PSCയുടെ സബ്ജക്ട്സ് തന്നെ ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഡെയിലി ഒരു 1-2 മണിക്കൂർ ഇത് കാണുന്നതിലൂടെ NEET-PG പ്രിപ്പറേഷനെ കൂടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മറ്റേ ഭാട്ടിയ അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് 6 months കൊണ്ട് എടുക്കുന്ന എല്ലാ ഭാഗം കവർ ചെയ്യാൻ 6 months അടുത്ത് എടുക്കുന്നത്. നമുക്ക് ഇവിടെ ഫൈനൽ ഇയർ ടോപ്പിക്സും 3rd ഇയർ ഫൈനൽ ഇയർ ടോപ്പിക്സ് ഈസിലി കുറെ ഇമ്പോർട്ടന്റ് ഏരിയാസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഷെഡ്യൂളിലൂടെ ഈസിലി വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് ഒന്ന് ഓടിച്ചു വിടുകയും ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ NEET-PGക്കും സഹായിക്കും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒരു നമ്മുടെ സാറ് ഓൾറെഡി ശ്രീ വെങ്കടേഷ് കുറെ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഇതിലോട്ട് ക്ഷണിക്കാം. അദ്ദേഹം ഞങ്ങളുടെ 2023 അസിസ്റ്റന്റ് സർജൻ ബാച്ചിലെ സ്റ്റുഡന്റ്. കേരള PSC അസിസ്റ്റന്റ് സർജൻസ് ആ വർഷത്തെ എക്സാമും ക്വാളിഫൈ ചെയ്തു. UPSC ആ വർഷത്തെ UPSCയും ക്വാളിഫൈ ചെയ്തിട്ടുള്ള സ്റ്റുഡന്റ് ആണ്. ഇപ്പോൾ അദ്ദേഹം മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യും. അദ്ദേഹം തന്നെ പറയും മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അദ്ദേഹത്തെ നമുക്ക് ക്ഷണിക്കാം. സർ. ഓക്കെ, താങ്ക് യു അംറാസ്. താങ്ക് യു വെരി. സോ എന്റെ പേര് വെങ്കടേഷ്. ഞാൻ 2014 ബാച്ച് KMCT കാലിക്കറ്റിലാണ് പഠിച്ചത്. ഞാൻ UPSC CMS ക്ലിയർ ചെയ്തിട്ട് ഞാനിപ്പം ഇൻഡോർ മധ്യപ്രദേശിൽ വർക്ക് ചെയ്യുന്നു, LWല്. സോ PSCനെ പറ്റി പറയാനാണെങ്കിൽ എന്റെ പ്രിപ്പറേഷൻ ഞാൻ GP ഗൈഡ്സ് വെച്ചിട്ടായിരുന്നു എന്റെ പ്രിപ്പറേഷൻ PSCക്ക്. സോ എന്റെ പ്രിപ്പറേഷനിൽ മെയിൻ ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട് PYQ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ കണ്ടന്റ് നമ്മൾ എന്തായാലും ഫസ്റ്റ് കണ്ടന്റ് ചെയ്യണം, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യണം. സോ കണ്ടന്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു GP ഗൈഡ്സ് മോർ ദാൻ ഇനഫ് ആണ്. അത് വെച്ചിട്ട് പിന്നെ പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം അതിൻ്റെ അകത്ത് തന്നെ ആദ്യം നമ്മൾ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, നമ്മൾ അതായത് ഈ ഡെയിലി ഉള്ള ഷെഡ്യൂളിന്റെ ഒപ്പം തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ക്ലാസ് തീരും. അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരു ദിവസം നമ്മൾ മിസ് ചെയ്താലാണെങ്കിലും നമുക്കത് പിന്നെ നമുക്ക് കവറപ്പ് ചെയ്യാൻ പാടായിരിക്കും. സോ ഞാനിപ്പം വർക്കിംഗ് ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ ഡെയിലി എനിക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റാറില്ല. പക്ഷെ വീക്ക്ലി ഞാൻ അത് കവറപ്പ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ PYQs ലാസ്റ്റ് ഒരു 2 years നന്നായി തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പം നമുക്ക് നന്നായിട്ട് തന്നെ ക്വസ്റ്റ്യൻ കിട്ടും. അതുപോലെ തന്നെ അന്ന് GP ഗൈഡ്സിന്റെ ഒരു ടെലഗ്രാമിലൊരു ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യൻ സീരീസിലൂടെ തന്നെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു. അതിൽ തന്നെ കുറെ എനിക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രിപ്പറേഷൻ. പിന്നെ ഞാൻ ഫോളോ ചെയ്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് വീക്ക്ലി സ്ട്രാറ്റജിയാണ്. അതായത് ഫസ്റ്റ് വീക്ക് നമുക്കൊരു സബ്ജക്ട് പഠിക്കുമ്പോൾ ആ സബ്ജക്ട് നെക്സ്റ്റ് സെക്കൻഡ് വീക്കിൽ ഞാനത് ഫസ്റ്റ് വീക്കിൽ പഠിപ്പിച്ചത് ഒരു മിനിമം ടൈം കൊണ്ട് ഞാൻ റിവൈസ് ചെയ്യുമായിരുന്നു. 3rd വീക്കിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വീക്കിലെയും റിവൈസ് ചെയ്യും, സെക്കൻഡ് വീക്കിലെയും റിവൈസ് ചെയ്യും. പക്ഷെ അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3rd വീക്കിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വീക്കിലുള്ള സബ്ജക്ട് നമ്മൾ ഒരുപാട് റിവൈസ് ചെയ്തുകൊണ്ട്
കുറച്ചുകൂടി ഈസി ആയിരിക്കും. അത് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് റിവൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമ്മൾ ആഡപ്പ് ചെയ്ത് വന്നിട്ട് ഒരു ലാസ്റ്റ് ഇതിന്റെ ഒരു ക്ലാസ്സസ് മിക്കവാറും ഒരു 3-4 months ആയിരിക്കും. അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ ഷെഡ്യൂൾ വെച്ച് തന്നെ നമുക്ക് ഈ ടോപ്പിക്കും തീർക്കാൻ പറ്റും, അതുപോലെ തന്നെ നല്ലൊരു റാങ്കും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. സോ പിന്നെ വേറൊരു മെയിനായിട്ടുള്ളൊരു കാര്യം, നമ്മൾ എത്ര പഠിച്ചു, എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുള്ള പുറമെ നമ്മൾ പ്രീ എക്സാം ഡേ അതൊരു ഭയങ്കര ഒരു ഫാക്ടറാണ്. എനിക്ക് കുറച്ച് സ്ട്രെസ് ഒക്കെ ഉള്ള ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ. അതുപോലെ തന്നെ ഈ ഫസ്റ്റ് ടൈമിൽ ഞാൻ എഴുതിയപ്പോൾ എക്സാം എനിക്ക് ശരിക്കും നല്ലൊരു റാങ്ക് എനിക്ക് ഔട്ട്കം ഉണ്ടായിരുന്നില്ല. സോ ലാസ്റ്റ് എക്സാമിന് മുന്നത്തെ ദിവസം നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആണ്. സോ അത് ലാസ്റ്റ് ഡേ നന്നായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് പോകാൻ ശ്രമിക്കുക. ലാസ്റ്റ് ഡേ ഓവർ സ്റ്റഫ് ചെയ്യാണ്ടിരിക്കുക. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായാലും നല്ലൊരു റിസൾട്ട് കിട്ടും. എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തോളാം. താങ്ക് യു സർ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ സാറിനോട്? നിങ്ങൾക്ക് ചോദിക്കാൻ എന്തെങ്കിലും ഡൗട്ട്സ് കുറെ പേര് ഇന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ചാറ്റിൽ നമുക്ക് UPSC ബന്ധപ്പെട്ട ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറോട് ഡയറക്റ്റ് ആയി ചോദിക്കാം. ഇല്ല, UPSC ജനറൽ നോളജ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. UPSC നമുക്ക് ഫൈനൽ ഇയർ സബ്ജക്ട്സ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. പിന്നെ ഞാനും വർക്കിംഗ് ഡോക്ടർ ആയിരുന്നു. സോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആ ഷെഡ്യൂൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകുന്നത്, അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഒരു വീക്ക് നമ്മൾ മിസ് ചെയ്താൽ പിന്നെ ആ വീക്ക് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. സോ ആ വീക്ക് വൈസ് തന്നെ നിങ്ങൾ ഫോളോ കറക്റ്റ് ഷെഡ്യൂളുമായിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും അത് ഫിനിഷ് ചെയ്യാൻ പറ്റും. UPSC ബുക്ക്, MCQ ബുക്ക് ഇല്ല. ഞാൻ UPSC ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. അതും ഞാൻ എക്സാക്ട് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 3 year ക്വസ്റ്റ്യൻ, അതിന് മുകളിൽ ഞാൻ ആപ്പിലൂടെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു മിനിറ്റ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ് ആണോ? അതിലൊരു മെയിൻ ആയിട്ട് ഞാനൊരു കാര്യം പറയാം. ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഉപയോഗിക്കുന്നതിൽ നല്ലത് നിങ്ങൾ തന്നെ എഴുതുന്നതായിരിക്കും നല്ലത്. സോ നമുക്ക് ആ ഒരു ഫെമിലിയാരിറ്റി കിട്ടും. നമുക്കത് കൂടുതൽ നമുക്ക് എഴുതുമ്പോൾ നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് കുറെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമുക്ക് വേഗം റിവൈസ് ചെയ്യാൻ പറ്റും, നമുക്കത് വേഗം കംപ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടിട്ട് ഏറ്റവും നല്ലത് നമ്മൾ തന്നെ എഴുതി നമ്മൾ തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഓക്കെ, സോ താങ്ക് യു. UPSC നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ PSCന്റെയും UPSCന്റെയും സിലബസ് ഓൾമോസ്റ്റ് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇപ്പൊ വെങ്കി ഡോക്ടർ തന്നെ ആയാലും അദ്ദേഹം PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം UPSCക്ക് അധികം പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ അത് സിലബസ് ഓവർലാപ്പ് ആയതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിന് നന്നായി പഠിച്ചാൽ തന്നെ പിന്നെ മറ്റുള്ള പ്രീവിയസ് ഇയർ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ വെച്ച് മറ്റതും കൂടി ഈസിലി നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓൾറെഡി എന്തെങ്കിലും കോമൺ ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൂടി ക്ലിയർ ചെയ്യാം. എന്തെങ്കിലും ഉണ്ടോ? ലൈവിന്റെ കൂടെ നോട്ട്സ് ലൈവിന്റെ കൂടെ നോട്ട്സ് എഴുതുന്നതാണ് നല്ലത് കേട്ടോ. എക്സാമിനേഷൻ സേഫ് സ്കോർ ഞാൻ PSCയുടെ പറ്റിയാണ് ചോദിക്കുന്നത്. PSCയുടെ എക്സാമിനേഷൻ സേഫ് സ്കോർ നമുക്ക് പറയാൻ പറ്റില്ല. ഓരോ വർഷത്തെയും അതിന്റെ ടഫ്നെസ് അനുസരിച്ചിരിക്കും. എന്നാലും ഒരു 60+ ഈസ് എ സേഫ് സ്കോർ എന്റെ ഒരു അഭിപ്രായത്തിൽ. ക്ലാസ് ടൈമിംഗ് മാറ്റാൻ പറ്റില്ല, കാരണം അത് 8:30 ആക്കി കഴിഞ്ഞാൽ അത് തീരാൻ 10 മണി കഴിയും. അപ്പൊ അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് നേരത്തെ ആക്കി കഴിഞ്ഞാലും വൈകിയാലും ബുദ്ധിമുട്ടായ സമയം. അതുകൊണ്ടാണ് ഞങ്ങൾ ഫാക്കൽറ്റീസിനും സ്റ്റുഡൻസിനും കൂടെ ഒരു ബെനിഫിറ്റ് ആവുന്ന രീതിയിലാണ് ടൈം പ്ലാൻ ചെയ്തത്. എക്സാം പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആണ് UPSCക്കും PSCക്കും. ഓക്കെ, ടെലഗ്രാം ഗ്രൂപ്പ് ഇത്തവണ ഇല്ല കേട്ടോ. നമുക്ക് ഇത്തവണ ടെലഗ്രാം ഗ്രൂപ്പ് വാട്സ്ആപ്പ് ചാനലിൽ അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നമുക്ക് MCQ ഡിസ്കഷൻ അത് വരാൻ പോകുന്നുള്ളൂ കേട്ടോ. അതൊക്കെ വരാൻ പോകുന്നുള്ളൂ. നമ്മൾ ഓൾറെഡി ഇപ്പൊ തിയറിയും മോക്ക് ടെസ്റ്റും ആണ് നമ്മുടെ മെയിൻ. അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ബാക്കി ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കാര്യങ്ങളും ബാക്കിയുള്ളൊക്കെ നമ്മൾ വരും. ഓക്കെ, നമുക്ക് വാട്സ്ആപ്പിൽ സ്റ്റാർട്ട് ചെയ്യാം. MCQ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം വാട്സ്ആപ്പ് ഗ്രൂപ്പ്സിൽ, നമ്മുടെ ചാനലിലും ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എക്സാം OMR ആണ്. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ഷെഡ്യൂൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട. ഈസിലി നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാൻ പറ്റും. അത് ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ്. ഈ വെബിനാർ അടക്കം ഞങ്ങൾ നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ പ്ലാനിലൂടെ കൊണ്ടുപോകാനാണ്. അത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളെ കോഴ്സിൽ ചേർന്ന ആൾക്കാരാണ്. നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ വെബിനാർ അറ്റൻഡ് ചെയ്യുന്നതും നിങ്ങൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്തതും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ കോഴ്സ് എത്തിച്ചേരാ എന്നുള്ളത് ഞങ്ങൾ റെസ്പോൺസിബിൾ ആണ്. അത് ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ ഞങ്ങൾ വെബിനാർസ് നടത്തും, ക്ലാസ്സസ് തരും. ഇനി വരാൻ പോകുന്ന ഒരു 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം വരുന്നുണ്ട്, അതും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടതല്ല ഞങ്ങൾ ചെയ്തു തരും. നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യാം. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ റിസൾട്ട് ആണ്. ഞങ്ങളുടെ റിസൾട്ട് തരുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം. നിങ്ങൾക്ക് അതിന് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്ത് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് ഞങ്ങൾ എന്തായാലും ചെയ്യും. പിന്നെ എക്സാം OMR ആയാലും നമ്മൾ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് ആയാലും ഒക്കെ സെയിം തന്നെ. നമുക്ക് OMR ആകുമ്പോൾ ജസ്റ്റ് അത് ബബിൾ ചെയ്യണം എന്നല്ലേ ഉള്ളൂ, വേറെ ചേഞ്ച് ഒന്നുമില്ല.
ഓക്കെ. താങ്ക് യു. അപ്പോ നമുക്ക് ഇനിയിപ്പോ വേറെ ഓർത്തോ ക്ലാസ് വരുന്നുണ്ട്. ക്ലാസ് ഡിലേ ഡോക്ടർ ആനന്ദിലിയോ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമുക്ക് അദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ ക്ലാസ് നമുക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അതിന്റെ ലിങ്ക് നമുക്ക് സെപ്പറേറ്റ് ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് ഷെയർ ചെയ്ത് തരാം. നിങ്ങൾ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ലിങ്ക് കൂടി നിങ്ങൾക്ക് ആപ്പിലൂടെയും കിട്ടും. അതിന്റെ ആപ്പിൽ വന്നുള്ള കാര്യം നിങ്ങൾ ഗ്രൂപ്പിൽ അറിയിക്കാം. ഓക്കെ, സെഷൻ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു എല്ലാവരോടും. I have subscribed GP Guides a couple of days back. Have missed the previous classes. What's the way forward for me? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ജോയിൻ ചെയ്യുന്നവർക്കും ഇപ്പോൾ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരോടും കുറച്ച് അഡ്വൈസ് തരാം. നിങ്ങൾ ഒരിക്കലും ബാക്കിലായിട്ടില്ല. ഇനഫ് ടൈം ഉണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ജസ്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ ലൈവ് ക്ലാസ് ഫോൾഡർ ഉണ്ടല്ലോ, ലൈവ് ക്ലാസ് റെക്കോർഡിംഗ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സോൾഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ഉണ്ട്. അതിൽ 2015 ഓൺവേർഡ്സ് ഉള്ള എല്ലാ സബ്ജക്ട് വൈസ് MCQs നമ്മൾ എക്സ്പ്ലനേഷൻ ഇൻക്ലൂഡിംഗ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ ലൈവ് ക്ലാസ് റെക്കോർഡിംഗ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിലെ ക്ലാസ്സസ് കാണുക. പ്രീ റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പൊ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ലൈവ് ക്ലാസ് റെക്കോർഡിംഗ്സിലെ ക്ലാസ്സസ് കണ്ട് തീർക്കുക. അത് കണ്ട് തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഷെഡ്യൂളിന്റെ കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ഷെഡ്യൂളിന്റെ കൂടെ പോവുക. അതിന്റെ കൂടെ നിങ്ങൾ ലൈവ് ക്ലാസ് റെക്കോർഡിംഗ്സിൽ പെൻഡിങ് ഉള്ള വീഡിയോസ് കണ്ടു തീർക്കുക. ഇനി വരുന്ന മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ ഡിലേ ആയിട്ടില്ല, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും നിങ്ങൾക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. എക്സാം നടക്കാൻ ടൈം ഉണ്ട്, ഡേറ്റ് കൂടെ ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു വിഷമവും വേണ്ട, നിങ്ങൾ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ദ ബെസ്റ്റ് ടൈം ടു സ്റ്റാർട്ട് ഈസ് നൗ. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ. നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഡോക്ടർ ആനന്ദിലിയായിട്ട് കാണാം. അതെ, നമ്മൾ ഇനിയും ഇങ്ങനത്തെ സെഷൻസ് നടത്താം. ഓക്കെ, താങ്ക് യു.